നമസ്കാരം. എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. മഹാവിഷ്ണു മഹാലക്ഷ്മിയെ കണ്ടെത്തിയത് എപ്പോഴാണ്? അവരെപ്പോഴാണ് വിവാഹിതരായത്? നമുക്കതൊന്ന് നോക്കാം. സമുദ്രമഥനം നടക്കുന്ന സമയത്താണ് മഹാലക്ഷ്മി മഹാവിഷ്ണുവിനെ കാണുന്നത്. വിശാലമായ കടലിൽ നിന്ന് അമൃതിനെ വേർതിരിക്കുവാനായിട്ടാണ് സമുദ്രമഥനം നടത്തിയത്. ദേവന്മാരും ദാനവരും ചേർന്നാണ് സമുദ്രമഥനം നടത്തിയത്. ഇത് ആത്മീയപരമായി നോക്കുകയാണെങ്കിൽ നന്മയെ തിന്മയിൽ നിന്ന് വേർതിരിക്കുന്നതിൽ വിജയിക്കുന്ന വ്യക്തികൾ പരമാനന്ദം പ്രാപിക്കുന്നു. ആ ആനന്ദമാണ് അമൃതായിട്ട് സങ്കല്പിക്കപ്പെടുന്നത്. താമരയിൽ ഇരിക്കുന്ന ലക്ഷ്മി ദേവി കടലിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അക്കാലത്ത് പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് അവളുടെ സ്വന്തം പകുതി തിരഞ്ഞെടുക്കുന്നതിന്, അതായത് തൻ്റെ പതിയെ തിരഞ്ഞെടുക്കുന്നതിന് സ്വയംവരം എന്നൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു. എല്ലാ ദേവന്മാരും അസുരന്മാരും ദേവി തങ്ങളെ സ്വയംവരം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ മഹാലക്ഷ്മി പുഞ്ചിരിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെ ഹാരമണിയിച്ചു. മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും വിവാഹം ദേവന്മാർ അംഗീകരിച്ചു. മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു പാതയായി അദ്ദേഹത്തിൻ്റെ ശക്തിയും ഐക്യദാർഢ്യവും ആയിത്തീരാൻ ലക്ഷ്മിയായി അവതരിച്ച ദേവതയാണ് എന്ന് എല്ലാവരും വിശ്വസിച്ചു. തുടർന്ന് അസാധാരണമായ ആർഭാടങ്ങളോടുകൂടി സമുദ്രമഥന സമയത്ത് മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും വിവാഹം ആഘോഷിച്ചു. ശ്രീനാഥ, ഭാഗ്യത്തിൻ്റെ പ്രിയങ്കരൻ എന്നാണ് അതിനർത്ഥം. വിഷ്ണു ആ സമയത്ത് ലക്ഷ്മിയുടെ രൂപമായ ശ്രീവാസ്തയെ നെഞ്ചിൽ വെച്ചു. അതിനുശേഷം വിഷ്ണു ദുഷ്ടതയുടെ ശക്തികളോട് പോരാടുകയും ലോകത്തിൻ്റെ കാവൽക്കാരനായി തൻ്റെ കടമകൾ നിറവേറ്റുകയും ചെയ്തു. ലക്ഷ്മി ദേവി അദ്ദേഹത്തിന് ആരാധനയും സ്നേഹവും നൽകുകയും ഒരു സമർപ്പിത ഇണയായി അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടും ഇരിക്കുന്നു.